വഖഫിനെ കുറിച്ച് പിണറായിക്ക് ക്ലാസ് എടുത്ത പാത്തുത്താത്ത ഈ നാട്ടിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അല്ല, കഴിഞ്ഞ ദിവസം വഖഫുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു കോടതി ഉത്തരവ് വന്നതിന് ശേഷം MLA കൂടി ആയിട്ടുള്ള പാത്തുവിനെ കാണാനില്ല, ഒരു വിവരവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ വഖഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വികാരം കൊണ്ട് വിജൃംഭിച്ചു നിന്ന പാത്തുത്താത്തയെ നമുക്കൊന്ന് ഓർക്കണ്ടേ? ദേ ഓർത്തേ. വഖഫ് നിയമനം എന്ന് പറയുന്നത് വിശ്വാസികളായിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിശ്വാസത്തിൽ തൊട്ട കളിയാണ്. വഖഫ് എന്താന്നുള്ളത് പിണറായി വിജയൻ അറിയില്ലായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ മുൻപിൽ വെച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ച സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു, എന്ത് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല, എന്റേതല്ല, എന്റെ വാപ്പന്റേതല്ല. എഴുതി കൊടുത്താൽ അത് വഖഫായി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ പ്രോപ്പർട്ടിയാണ്. അതിൽ തൊട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല, പിന്നല്ല നിങ്ങൾക്ക്. ഞങ്ങൾക്ക് അവകാശമില്ല, പിന്നല്ല നിങ്ങൾക്ക്. ഇത് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഇതിന്റെ കൈകാര്യ കർത്താക്കളായി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് പോലും അതിൽ അവകാശമില്ല, അവർക്ക് പോലും അവകാശമില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇത് PSCയിലേക്ക് ആക്കി മാറ്റുന്നത്? PSCയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക, വഖഫ് ബോർഡിലേക്കൊക്കെ PSCയിലൂടെ നിയമനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെ നടപ്പിലാക്കുക? വഖഫ് എന്താണ് എന്ന് അറിയാത്ത പിണറായി വിജയനെ വഖഫ് എന്താണ് എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പിണറായി വിജയനെ പഠിപ്പിച്ച് തളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോ യഥാർത്ഥത്തിൽ വഖഫ് BJP-കാരോടൊപ്പം ചേർന്ന് ഹൈക്കോടതിയിൽ പണിവെച്ച മേനോന്റെ പ്രവൃത്തിയെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ബുദ്ധിമുട്ടിക്കാത്ത പാത്തുത്താത്തയുടെ വഖഫ് സ്നേഹം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. രാഷ്ട്രീയത്തിന് വേണ്ടി മതം ഉപയോഗിക്കുക, മതവുമായി ബന്ധപ്പെട്ട വഖഫ് പോലുള്ള വസ്തുക്കളെ ഉപയോഗിക്കുക, അങ്ങനെ സ്വന്തം പാർട്ടിയായ ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് പ്രത്യേക വഖഫ് സ്നേഹവും പ്രത്യേക മതസ്നേഹവും പ്രത്യേക മതവിശ്വാസിയാണെന്നൊക്കെ അഭിനയിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ വഖഫാണ് വികാരമായിരുന്നെങ്കിൽ ഇപ്പോഴും ആ വികാരം ഒന്ന് ഉണർന്നു വരണ്ടേ? ആ വികാരം ഉണർന്നു വരാതിരിക്കുന്നിടത്തോളം എന്താണ് ലീഗ് മന്ത്രിമാരെയും പാത്തുത്താത്തയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെറും കാപട്യങ്ങളാണ്, മതവിശ്വാസികളാണെന്ന് അഭിനയിക്കുകയാണ്, മതം ഒരു കച്ചവടം മാത്രമാണെന്ന് തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് പിണറായി വിജയന് ക്ലാസ് എടുക്കാൻ നടന്ന വ്യക്തി ഇന്ന് വായ് തുറക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ആ മൗനമെന്ന് നാട്ടുകാർ ആലോചിച്ചു നോക്കിയേ. വ്യക്തിയുടെ നിലപാട് എന്താണ്? വ്യക്തിയുടെ അഭിപ്രായം എന്താണ്? അത് അവസരവാദമാണോ? നാട്ടുകാർ ആലോചിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു പ്രതികരണം കേട്ടതിന് ശേഷം പിണറായിക്കെടുത്ത ക്ലാസ് എന്തേ മേനോന് ആവശ്യമില്ലേ എന്ന് നാട്ടുകാർ സ്വാഭാവികമായി ചോദിക്കില്ലേ? ആ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം പാത്തുത്താത്തയ്ക്ക് ഉണ്ടോ ഇല്ലയോ? അപ്പോ ഇപ്പോഴത്തെ മൗനം ആരെ സംരക്ഷിക്കാനാണ്? ഇന്നലകളിൽ വഖഫിനെ കുറിച്ച് ഓർത്ത് ഇത്രയും വികാരം കൊണ്ടിരുന്ന പാത്തുവിന്റെ ഈ വികാരം എന്തുകൊണ്ട് കെട്ടടങ്ങിപ്പോയി എന്നൊക്കെ സമൂഹം ശക്തമായി ചോദ്യമായി ഉന്നയിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. കാര്യം മതം വിറ്റ് ജീവിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയ കച്ചവടത്തിന് ഉപയോഗിക്കുന്നവർ ആരായിരുന്നാലും ശരി, അത് കൃത്യമായ സാഹചര്യങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാത്തുത്താത്തയുടെ അവസരവാദ വഖഫ് വികാരത്തിന്റെ കാപട്യം ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വയ്ക്കുന്നത്.